ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മുടെ വാഹനം കൊണ്ടുപോകാൻ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു പേപ്പറായ കാർനെറ്റ് ദ പാസേജ് എന്ന് വെച്ചാൽ കാർനെറ്റ് എൻ്റെ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതെങ്ങനെ കിട്ടി, അതിന് ഞാൻ എത്ര ചിലവാക്കി, എവിടെ നിന്നാണ് കിട്ടിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു എപ്പിസോഡ് ഉണ്ടാക്കിയത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഹലോ ഗൈസ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഇരിട്ടിയിലാണ്. ഇന്ന് സെപ്റ്റംബർ 29 ഞായറാഴ്ച രാവിലെ 9 മണി. നമ്മുടെ അഖിൽ പുതുശ്ശേരിയുടെ വീട്ടിലുള്ളത്. പക്ഷേങ്കിൽ മൂപ്പര് വയനാട്ടിലെ കൊണ്ട് വർക്കിന് പോയിട്ടുള്ളത്. അപ്പം ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാർനെറ്റ് ദ പാസേജ് അതെങ്ങനെ കിട്ടി, എങ്ങനെയാണ് അത് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ വിവരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് ആ ഒരു സംഭവം. ഈ ഒരു പേപ്പറാണ് കാർനെറ്റ് ദ പാസേജ് എന്ന് വെച്ചാൽ നമ്മുടെ വാഹനം ഇന്ത്യയിൽ നിന്നും പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി കസ്റ്റംസ് ക്ലിയറൻസും കാര്യങ്ങളും സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടും ഓരോ ബോർഡർ ക്ലോസിംഗിലും അവിടുത്തെ മീൻസ് കസ്റ്റംസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് ചെയ്യാൻ വേണ്ടിയുള്ള പേപ്പറാണ് കിട്ടിയത്. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ഇന്ത്യ വിട്ട് പുറത്തു പോകണം, നമുക്ക് പാസ്പോർട്ട് അനിവാര്യമാണ്. പാസ്പോർട്ടില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല, ഓരോ ബോർഡർ കിടക്കാൻ. അതുപോലെ നമ്മുടെ വണ്ടി ഓരോ രാജ്യങ്ങളുടെ ബോർഡർ താണ്ടുന്നതിനും കാർനെറ്റ് ദ പാസേജ് എന്നൊരു പേപ്പർ വേണം. ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ വേണ്ടത് IDP ആണ്, ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ്. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് ലോകം മുഴുവനും സഞ്ചരിക്കാം. എങ്ങനെയാണ് അത് കിട്ടുക, അതാണ് പറയാൻ പോകുന്നത്. ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നവംബർ ഫസ്റ്റ് വീക്ക് നമ്മുടെ കേരള ടു യൂറോപ്പ് ഫസ്റ്റ് ഷെഡ്യൂൾ യാത്ര പോവുകയാണ്. എല്ലാ വീഡിയോസ് അതിൽ വരും. ലോകം മുഴുവൻ എങ്ങനെ സഞ്ചരിക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ യാത്രയിൽ ഉടനീളം കാണിച്ചു തരും കേട്ടോ. വളച്ചു നീട്ടത്തിലെ കാര്യങ്ങളിലേക്ക് വരും. IDP അല്ലെങ്കിൽ കാർനെറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ശരിക്കും മലയാളത്തിൽ അങ്ങനെ ആർക്കും അറിയില്ല എന്താണ് ഈ സംഭവം എന്നുള്ളത്. വീഡിയോസ് വളരെ കുറവാണ്. വന്നിട്ടുള്ള വീഡിയോസൊക്കെ വളരെ തെറ്റിദ്ധാരണ വരുന്ന വീഡിയോകളാണ്. ഈവൻ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് മുമ്പ്, IDP അല്ലെങ്കിൽ ഈ കാർനെറ്റ് എങ്ങനെ എടുക്കാമെന്ന രീതിയിൽ. അപ്പം ഞാനും വന്ന് ഗൂഗിളിൽ നോക്കിയിട്ട് ആ വിവരങ്ങൾ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പം ഈ അടുത്തും ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ ഒരു എന്താ പറയുക ഒരു മോട്ടോ വ്ളോഗർ അദ്ദേഹം ആ ഒരു മെത്തേഡിൽ തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ അദ്ദേഹം പറഞ്ഞത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. പക്ഷേങ്കിൽ മൊത്തമായിട്ട് മാറി. അതൊന്നുമല്ല സത്യം. ഞാൻ എന്താണോ കരുതിയത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ. ശരിക്കും കാർനെറ്റ് നമുക്ക് തരുന്നത് ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണ് എന്നാണ് എല്ലാവരുടെയും ധാരണ. പക്ഷെ അവർ ശരിക്കും നമ്മൾ പൊട്ടന്മാരാക്കുന്നതാണ് നമുക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ അവരുടെ വെബ്സൈറ്റാണ് നമ്മൾ ഗൂഗിളിലൊക്കെ കാണുന്നത്. പക്ഷെ അവരല്ല. ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഓട്ടോമൊബൈൽ അസോസിയേഷൻ, അവരുടെ വെസ്റ്റേൺ ഇന്ത്യ ഓട്ടോമൊബൈൽ അസോസിയേഷനാണ് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് കാർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. WIAA. ഓക്കെ. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് കാർനെറ്റ് കിട്ടാൻ എന്തൊക്കെ ചെയ്യണം? കാർനെറ്റ് കിട്ടാൻ നമുക്ക് ആദ്യം വേണ്ടത് 13 കാര്യങ്ങളാണ് വേണ്ടത്. ഞാനിവിടെ അവർ തന്ന എനിക്ക് ലെറ്റർ കേട്ടോ. ഈ ലെറ്റർ പ്രകാരമുള്ള ഡോക്യുമെന്റ്സ് ആണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. അത് വെച്ചിട്ട് എനിക്ക് കാർനെറ്റ് കിട്ടിയത്. ഒന്നാമത്തെ കാര്യം, ആപ്ലിക്കേഷൻ ലെറ്റർ ഫോർ ദ കാർനെറ്റ് വിത്ത് ടോട്ടൽ ഡീറ്റെയിൽസ് ഓഫ് ട്രാവലിംഗ്. നമ്മൾ യാത്ര ചെയ്യുന്ന എത്ര ദിവസമൊക്കെയാണ് യാത്ര ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്, ടോട്ടൽ ബ്രീഫ്. രണ്ടാമത് 2 നെക്സ്റ്റ് ഓഫ് കൈൻഡ് കോൺടാക്ട്. അത് നിങ്ങളുടെ വീടിനടുത്തുള്ള 2 ആൾക്കാരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്. സാധാ കാര്യങ്ങളാണ്. മൂന്നാമത് ഡ്രൈവിംഗ് ലൈസൻസ് കോപ്പി. ആരാണോ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, ആരുടെ പേരിലാണ് കാർനെറ്റ് വേണ്ടത്. ഇപ്പം ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഞാനാണ് പോകുന്നതെങ്കിൽ ഞാനാണ് ആപ്ലിക്കൻ്റ് കേട്ടോ. അപ്പം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി. പിന്നെ വെഹിക്കിൾസിൻ്റെ, ഇപ്പം വണ്ടി എനിക്ക് വേണമെങ്കിൽ എൻ്റെ ചങ്ങാതിയുടെ വണ്ടി എടുത്തിട്ട് പോകും. പക്ഷേങ്കിൽ അവൻ്റെ അടുത്തൊരു NOC ലെറ്റർ വാങ്ങുന്നില്ല. അപ്പം വണ്ടിയുടെ RCയുടെ കോപ്പി, പിന്നെ അതുപോലെ പാസ്പോർട്ട് സ്കാൻ കോപ്പി, നമ്മുടെ പാസ്പോർട്ടിൻ്റെ സ്കാനിൻ്റെ കോപ്പി, അതുപോലെ വണ്ടിയുടെ ഫോട്ടോഗ്രാഫ്സ്, വെഹിക്കിളിൻ്റെ 4 സൈഡും ഫ്രണ്ട് ബാക്ക് 4 സൈഡ് ഫോട്ടോഗ്രാഫ്സ്. അതുപോലെ നമ്മുടെ ആൾട്ടർനേറ്റ് ഫോട്ടോ ID പ്രൂഫ് എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസോ നമ്മുടെ ID കാർഡ് അങ്ങനെ എന്തെങ്കിലും ഇതൊന്ന്. പിന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. അതുപോലെ വാലിഡ് ഇൻഷുറൻസ് കോപ്പി ഓഫ് ദി വെഹിക്കിൾ. നമ്മളെല്ലാ വണ്ടിക്കും ഇൻഷുറൻസ് ഉണ്ടല്ലോ. അപ്പം മെമ്പർഷിപ്പ് ഓഫ് WIA മെമ്പർഷിപ്പ് എടുക്കണം. അതിന് 2065 രൂപയാണ്. നോട്ട് ചെയ്തോട്ടോ, കടലാസ് ഉണ്ടോ നോട്ട് ചെയ്തോ. 2065 രൂപയാണ് മെമ്പർഷിപ്പിൻ്റെ ഫീസ് വരുന്നത്. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന പാർട്സുകൾ എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നതിലുള്ള സാധനങ്ങൾ. അതുപോലെ ഈ വെഹിക്കിൾ വണ്ടി വേറെ ആരുടെയെങ്കിലും പേരിൽ രജിസ്റ്റർ ചെയ്താണെങ്കിൽ അവരുടെ NOC. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ വണ്ടിയുടെ RC ബുക്കിൻ്റെ കോപ്പി, നമ്മുടെ ലൈസൻസിൻ്റെ കോപ്പി, പിന്നെ ഇൻഷുറൻസിൻ്റെ കോപ്പി, നമ്മുടെ ID പ്രൂഫ്, കാര്യങ്ങൾ സ്മൂത്ത് അല്ലേ. നമുക്കിതൊക്കെ കിട്ടാൻ വലിയ വിഷമമൊന്നുമില്ല. ഇതെത്ര ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് കാർനെറ്റിന് വേണ്ടി വേണ്ടത്. ഇനി ഇതിൻ്റെ ഫീസ് കറക്റ്റായിട്ട് കേട്ടോ. സാധാരണ പലരും പറയുന്നത് വണ്ടിയുടെ 300% നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയാണ്. അപ്പം 300% ഡെപ്പോസിറ്റ് ഒന്നും ഇല്ല.
ഓക്കെ, അതൊന്നും ഇല്ല. ആ ഒരു പേടിയിലാണ് പല മലയാളികളും പലരും ഇന്ത്യക്ക് പുറത്തേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ തയ്യാറാക്കുന്നത്. ഭയങ്കര എക്സ്പെൻസീവ് ആണെങ്കിലും അല്ല. എത്ര ചിലവാകും? മെമ്പർഷിപ്പിൻ്റെ ഫീസ് 2065 രൂപ. ഓക്കെ, കാർനെറ്റിൻ്റെ ഫീസ് എന്ന് വെച്ചാൽ കാർനെറ്റിൻ്റെ സർവീസ് ചാർജാണ്. സർവീസ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 75,000 പ്ലസ് GST 88,500. ഇതാണ് കാർനെറ്റിൻ്റെ സർവീസ് ചാർജ്. പക്ഷെങ്കിൽ അവിടെ വേറൊരു കാര്യമുണ്ട്. ഈ കാർനെറ്റിന് 25 പേജ് ഉണ്ടാവും. 25 പേജാണ് മൊത്തം വരുന്നത്. എന്ന് വെച്ചാൽ ഓരോ പേജിലും 2 പീസ് വെച്ച് വരുന്നുണ്ട് കേട്ടോ. 2-3 പീസ്. അതെനിക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ല. കാരണം അതിൽ പറിക്കാൻ പറ്റുന്ന 2 വെച്ച് വരുന്നുണ്ട് ഒരു പേജിൽ. അപ്പം 5 പേജിലൊരു കാർനെറ്റ് ആണെങ്കിൽ 88,500 പ്ലസ് GST ആണ് അവരുടെ സർവീസ് ചാർജ്. അല്ല സോറി, 88,500 GST അടക്കം. 10 പേജിലെ കാർനെറ്റ് ആണെങ്കിൽ 1,18,000 രൂപയാണ് സർവീസ് ചാർജ്. 25 പേജിലെ എന്ന് വെച്ചാൽ 25 പേജിന് ലോകം മുഴുവൻ കറങ്ങണം. 25 പേജിലെ കാർനെറ്റ് ആണെങ്കിൽ 1,77,000 രൂപയാണ് സർവീസ് ചാർജ്. ഞാൻ എടുത്തിട്ടുള്ളത് 25 പേജാണ്. കാരണം എനിക്ക് വേൾഡ് മുഴുവനും ട്രാവൽ ചെയ്യണം, യൂറോപ്പ് മാത്രമല്ല, അവിടുന്ന് നെക്സ്റ്റ് കൺട്രിയിലേക്ക് എനിക്ക് പോകണം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 25 പേജിലെ കാർനെറ്റാണ്. പക്ഷെ നിങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഇവിടുന്ന് സിംഗപ്പൂരൊക്കെ പോവുകയാണ്, അങ്ങനെയാണ് നിങ്ങൾക്ക് 25 പേജ് വേണ്ട. നിങ്ങൾക്ക് വെറും 10 പേജ് മതി. ആ 10 പേജിന് വെറും 1,18,000 മാത്രമേ ആവുന്നുള്ളൂ. ഈ 1,18,000 എന്നുള്ളത് തിരിച്ചു കിട്ടാത്ത പൈസയാണ്. എന്ന് വെച്ചാൽ നോൺ റീഫണ്ടബിൾ പൈസയാണ്. ഓക്കെ, അടുത്തത് സെക്യൂരിറ്റി. ഇവിടെയാണ് നമുക്ക് തെറ്റിദ്ധാരണ വരുന്നത്. പെർ മോട്ടോർ ബൈക്ക് 1 lakh സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. എന്തൊക്കെയായിരുന്നു ആൾക്കാർ പറഞ്ഞു തരുന്നത്? 300 ഇരട്ടി, 400 ഇരട്ടി, 8 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ. അല്ല, 1 ലക്ഷം രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മുടെ വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ പഴക്കം വിഷയമല്ല, വണ്ടിയുടെ വാല്യൂ വിഷയമല്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു 10 ലക്ഷം രൂപ, 15 ലക്ഷം രൂപയുടെ വണ്ടിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ചെറിയൊരു വേരിയേഷൻ വരും. വലുതല്ല, ചെറിയൊരു വേരിയേഷൻ. ഞാനിപ്പോൾ കൊണ്ടുപോകുന്ന അപ്പാച്ച ഏകദേശം എനിക്ക് 1,40 അതിൻ്റെ വാല്യൂ വരുന്നത്. 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ്. പക്ഷേങ്കിൽ എൻ്റെ കാര്യത്തിൽ ഡെപ്പോസിറ്റ് അവർ ഒഴിവാക്കി തന്നിട്ടുണ്ട്. കാരണം എനിക്കിപ്പോൾ ടി വി എസ് ആണ് എൻ്റെ കാർനെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അവരെൻ്റെ ഒഫീഷ്യൽ റൈഡറാണ്. ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്ത് അവരുമായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു വരും. ഡെപ്പോസിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാജ്യം വിട്ട് വണ്ടി പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വണ്ടി തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരും എന്നാണ് ഉറപ്പ് വേണ്ടത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി ഇന്ത്യക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ സെയിൽ ചെയ്ത് കഴിഞ്ഞാലോ, മനസ്സിലായോ? കസ്റ്റംസിൻ്റെ അടുത്ത് പ്രശ്നം വരില്ലേ? അതിനാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. വണ്ടിയുടെ വാല്യൂ ഇത്ര എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ എന്തായാലും വണ്ടി തിരിച്ചു കൊണ്ടുവരുന്നത് അവർക്കറിയാം. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറാണ്. ഞാൻ ഒരുപാട് കാലത്ത് ഡ്രീം കൊണ്ട് പോകുന്നതാണ്. തിരിച്ച് നാട്ടിൽ വരും. ഞാനും ആമിനിയും എന്തായാലും നാട്ടിൽ വരുന്ന അവർക്കറിയാം. പോരാതെ ഈ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു ലേഡി നല്ലൊരു ഫ്രണ്ടാണ് എൻ്റെ. അതുകൊണ്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെപ്പോസിറ്റ് പൈസ ഒഴിവാക്കി തന്നിട്ടുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ കേരള ടു സിംഗപ്പൂർ റൈഡ് ചെയ്യാൻ താല്പര്യമുള്ള റൈഡേഴ്സ് 88,500 രൂപ 5 പേജിലെ കാർനെറ്റും 1,18,000 രൂപ 10 പേജിലെ കാർനെറ്റും 1,18 എടുത്തോ. 1,18 കാർനെറ്റും 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റും. ഈ ഡെപ്പോസിറ്റ് നിങ്ങൾ വണ്ടി ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവന്ന് കിട്ടും. 2,18,000 രൂപ ഉണ്ടെങ്കിൽ 2,18,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 10 പേജിലെ കാർനെറ്റ് എടുത്ത് വണ്ടിക്ക് ഫുൾ ടൈം കണ്ണി അടിച്ച് നേരെ വിടും സിംഗപ്പൂരേക്ക്. നിങ്ങൾക്ക് ആകെ ഇഷ്യൂസ് വരുന്നത് മ്യാൻമറിൽ മാത്രമേ, വേറെ ഒന്നും വരുന്നില്ല. ഇനി അതെല്ലാം നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ പുറകിൽ തന്നെ വിട്ടോ, ഒന്നും നോക്കണ്ട, നമുക്ക് അടിച്ച് പൊളിക്കാം. എൻ്റെ ഒരു സ്വപ്നം എന്താണെന്ന് വെച്ചാൽ കേരള രജിസ്ട്രേഡ് വാഹനങ്ങൾ ലോകം മുഴുവനും കറങ്ങി നടക്കണം. പണ്ടൊക്കെ ലഡാക്ക് മണാലിയൊക്കെ ആയിരുന്നു. അതൊക്കെ ശരിക്കും ഈ മാർക്കറ്റിൽ മത്തി വാങ്ങാൻ പോകുന്നില്ലേ, ഫുള്ള് മലയാളികൾ തന്നെ അവിടെ. നമുക്കൊന്ന് മാറ്റി പിടിക്കണം. നമുക്ക് ഈ പോയിടത്ത് തന്നെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്കൊന്ന് മാറ്റി പിടിക്കാം, കൺട്രി വിട്ട് കളിക്കാം. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും നമ്മുടെ വണ്ടിയിൽ പൊക്കി വെച്ചിട്ട് നമുക്കങ്ങനെ ലോകം മുഴുവൻ കറങ്ങാം. ഇതാണ് കാർനെറ്റ്. ഈ കാർനെറ്റിന് 1 year വാലിഡിറ്റി ആണ്. 1 വർഷം മാത്രമേ കാർനെറ്റിന് വാലിഡിറ്റി ഉള്ളൂ. 1 year കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും പുതുക്കണം. ഓക്കെ, അപ്പം അതിന് വണ്ടി തിരിച്ചു കൊണ്ടുവരണമെന്നാണ് റൂൾസ്. പക്ഷെ നമുക്കതില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ ആ ഒരു ഇമ്പോർട്ടഡ് ഒരു അബുദാബി വണ്ടി ഇമ്പോർട്ട് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കാർനെറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഒന്നും കൂടി പറയാം. വെസ്റ്റേൺ ഇന്ത്യ ഓട്ടോമൊബൈൽ അസോസിയേഷൻ അവരാണ് കാർനെറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇവരെങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്നില്ല ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവരുടെ ഗൂഗിൾ മാപ്പിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കുക. നിങ്ങൾ ഒരിക്കലും ഫോൺ വിളിച്ച് സംസാരിക്കാൻ നിൽക്കരുത്. കാരണം ചിലപ്പോൾ പോകാനൊന്നും ഒരു പ്ലാൻ ഉണ്ടാവില്ല. 2 കൊല്ലം കഴിഞ്ഞിട്ട് പോകേണ്ട ആൾക്കാരൊക്കെ വെറുതെ വിളിച്ചേക്കും, വി ആർ ഫ്രം കേരള, വി നീഡ് ടു നോ ദിസ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ വി ആർ ഫ്രം കേരള എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരളത്തിൻ്റെ ഒരു അംബാസിഡറാണ്. നിങ്ങളാണ് കേരളത്തിൻ്റെ അംബാസിഡർ. നിങ്ങൾ കേരളത്തിൻ്റെ ഇത്. നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തത് നല്ല കഴിഞ്ഞാലും അത് കേരളത്തിനോട് ബാധിക്കും. അപ്പം നിങ്ങൾ വെറുതെ ടൈം പാസിനെ വിളിച്ചിട്ട് അഡ്രസ്സ് വയ്ക്കുമ്പോൾ നാളെ ഒരു മലയാളി ജെന്യുവിൻ ആയിട്ട് എടുക്കാൻ പോകുമ്പോൾ അവർക്കത് എഫക്റ്റ് ചെയ്യും. അവർ മൈൻഡാക്കില്ല.
അപ്പം നിങ്ങൾ ജെന്യൂനായിട്ട് പോകാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ജെന്യൂനായിട്ട് കാർനെറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ വിട്ട മുംബൈ ഇവരുടെ ലൊക്കേഷനിൽ നേരിട്ട് ഓഫീസിൽ പോയി നേരിട്ട് മീറ്റ് ചെയ്തിട്ട് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് അവിടെ നിന്ന് കാർനെറ്റ് അടിച്ചിടും. മനസ്സിലായോ? കാറിനും സെയിം തന്നെയാണ്. ഞാനത് പറയാൻ പറഞ്ഞു, കാറും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നിങ്ങളൊരു 10 ലക്ഷം രൂപയുടെ കാർ എടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് 20 ലക്ഷം രൂപ ഡെപ്പോസിറ്റിന് ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ താഴെ മാത്രമേ വരുന്നുള്ളൂ കാറിനൊക്കെ. ഒരു കുഴപ്പമില്ല. നിങ്ങൾ തിരിച്ചു വരുമെന്ന് അവർക്ക് ഉറപ്പിന് ഡെപ്പോസിറ്റ് തുകയൊക്കെ കുറയും, ബാർഗൻ ചെയ്താൽ മതി. ഇതാണ് കാർനെറ്റ്. ഓക്കെ, അപ്പം എൻ്റെ കാര്യത്തിൽ എനിക്ക് കാർനെറ്റ് കിട്ടി. IDP ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റും അവർ തന്നെ ചെയ്തുതരും. 1600 രൂപയാണ് അതിന് ചാർജ്. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി, അറ്റസ്റ്റഡ് കോപ്പി, പാസ്പോർട്ടിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി, വെഹിക്കിൾസിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി, നിങ്ങളുടെ 4 ഫോട്ടോ, ഇത്രയും കാര്യങ്ങൾ കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ അവരത് അയച്ചുതരും. പിന്നെ ഈ കാർനെറ്റിൻ്റെ ഫോം നിങ്ങൾ നേരിട്ട് സബ്മിറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്കിത് കൊറിയർ ചെയ്താലും മതി കേട്ടോ, അവരത് ചെയ്തുതരും. ഇതൊക്കെയാണ് സംഭവം. അപ്പം ഞാൻ ശരിക്കും സെപ്റ്റംബർ 10 എൻ്റെ യാത്ര തുടങ്ങും. നവംബർ 10 എൻ്റെ യാത്ര തുടങ്ങും കേട്ടോ. നവംബർ 1 കേരളപ്പിറവിനാണ് തുടങ്ങാനാണ് പ്ലാൻ. പക്ഷേങ്കിൽ എൻ്റെ വണ്ടി ഷിപ്പിങ്ങിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് കിട്ടിയില്ല. ഒരു പക്ഷേ നിങ്ങൾ അടുത്ത ആഴ്ച ചിലപ്പം ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് പറയാം കേട്ടോ. ബഹുമാനപ്പെട്ട എൻ്റെ ഗുരുനാഥനായിട്ട് കണക്കാക്കാൻ സന്തോഷ് അങ്ങനെ സാറാണ് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വരുന്നത്. അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെട്ട് അദ്ദേഹം കൺഫേം ആക്കിയിട്ടുണ്ട്, ഡേറ്റ് പറഞ്ഞിട്ട് അദ്ദേഹം വരാൻ നേരിട്ടുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാർനെറ്റ് എന്താണെന്ന് മനസ്സിലായി, IDP എന്താണെന്ന് മനസ്സിലായി. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഈ വണ്ടിയെടുത്ത് നിങ്ങൾക്ക് ഒമാനിലോ ദുബൈയിലൊക്കെ പോയി കറക്കി അടിക്കാം. നിങ്ങൾക്ക് ഒന്നും വേണ്ട, ഇവിടുന്ന് ഒരു വണ്ടി എടുക്കുക, കാറിൻ്റെ എടുക്കുക, ഒമാനിലേക്ക് അയച്ചു വിടുക, അല്ലെങ്കിൽ UAE അയച്ചു വിടുക. UAE പോയിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ എവിടെയാണെന്ന് ചെയ്യാൻ കാരണം പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നും കേട്ടോ. എല്ലാ ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴും ഈ കടലാസ് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. അവർ ഇതിൽ നിന്ന് സീലടിച്ച് അവരെടുക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ ഒരുപാടുണ്ടാവും, എനിക്കറിയാം. എൻ്റെ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ യാത്രയിൽ ഞാൻ എങ്ങനെയാണ് ബോർഡർ ക്രോസ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് കാർഗോ ചെയ്യുന്നത്, എങ്ങനെയാണ് കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്യുന്നത്, A to Z കാര്യങ്ങൾ മെൻഷൻ ചെയ്യും. ഞാനിപ്പം എൻ്റെ ലൈഫിൽ ഞാൻ 4 യാത്രകൾ ആണ് മെയിനായിട്ട് ചെയ്തത്. ആ 4 യാത്രകളും ആദ്യമായിട്ട് ചെയ്തത് ഞാനായിരുന്നു. എനിക്ക് പുറകെ പോകുന്ന എല്ലാവർക്കും ആ വീഡിയോസും എൻ്റെ ഇൻഫർമേഷൻസും ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടി മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. 5ാമത്തെ യാത്രയാണ് ഇത്. ഈ യാത്രയിലും അങ്ങനെ തന്നെയായിരിക്കും. ഈ യാത്രയോടുകൂടി മലയാളികൾ മുഴുവനും ലോകം മുഴുവൻ കറങ്ങട്ടെ എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. വേറൊന്നും പറയാനില്ല. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ലിങ്ക് കോപ്പി ചെയ്തിട്ട് മാക്സിമം വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യും, എല്ലാവരിലേക്ക് എത്തിക്കുക. കാരണം കാർനെറ്റിൻ്റെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പുതിയ ഒരു വീഡിയോ ആരും ചെയ്തിട്ടില്ല. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും. ശരി ഗൈസ്, എല്ലാവരും അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.